ആറ്റത്തിലെ പോസിറ്റീവ് ചാർജായ പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. 113ാമത്തെ മൂലകമായ നിഹോണിയം എന്ന പേര് വരാൻ കാരണം ജപ്പാന്റെ ജപ്പാനീസ് നെയിമാണ് നിഹോണിയം. ഹായ് ഓൾ, വെൽക്കം ടു ഓൾ. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS പ്രിലിംസ് എക്സാം വരാൻ പോവാണ് അല്ലെ. ജൂലൈ 18-നാണ് എക്സാം. ഈ വരുന്ന എക്സാമിനായിട്ട് കെമിസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് പോർഷൻസ് PYQs ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കെമിസ്ട്രി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. കുറച്ച് പോർഷൻസ് ആണ് കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കുന്നത്. ആ ഒരു പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് PYQs വെച്ചിട്ടുള്ള ക്ലാസ് ആണ് നമ്മളിവിടെ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ PYQs വെച്ചിട്ട് ഏതൊക്കെ പോർഷൻസ് കെമിസ്ട്രിയിൽ നിന്നുണ്ടോ ആ പോർഷൻസ് മൊത്തം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ആ ഒരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂറിന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ക്ലാസ്സും കാണാൻ നോക്കുക. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. CC ലേണിംഗ് ആപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്യും ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം PSC എക്സാംസിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ മോക്ക് ടെസ്റ്റുകളും PYQs-ഉം PSC എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലേണിംഗ് ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. അതുകൂടാതെ മോക്ക് ടെസ്റ്റുകളും ഈ CCയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കമ്പനി ബോർഡ് LGSന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോൾ ജൂലൈ 18-നാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ആ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ കൃത്യമായി സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണല്ലേ ചോദിക്കുന്നത്. ഈ പ്രിലിംസിന് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പൊ കൃത്യമായിട്ട് കുറച്ച് പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ PYQs ഒക്കെ നോക്കി പഠിച്ചാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. CCയിൽ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്പർ. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് LGS കെമിസ്ട്രിയിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്സും കെമിസ്ട്രിയും കൂടെയാണ് ഫിസിക്കൽ സയൻസ് എന്ന് നമ്മൾ പറയാം. ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് ഫിസിക്കൽ സയൻസ് എന്ന് പറയും. അപ്പൊ ഫിസിക്കൽ സയൻസിൽ നിന്നും 10 മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 10 മാർക്ക്. അതിൽ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമാണ് ഒരു ടോപ്പിക്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. പിന്നീട് അയിരുകളും ധാതുക്കളും മറ്റൊരു ടോപ്പിക്കാണ്. മൂലകങ്ങളും അവയുടെ വർഗീകരണവുമാണ് മറ്റൊരു ടോപ്പിക്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. ഇത്രയുമാണ് കെമിസ്ട്രിയിൽ നിന്നും വരുന്ന ടോപ്പിക്സ്. രസതന്ത്രത്തിൽ നിന്നുള്ള ടോപ്പിക്സ് ആണ് ഇത്രയും. അപ്പൊ ആറ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഈ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു പോവും. അപ്പൊ കൃത്യമായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് ക്ലാസ് കാണാൻ നോക്കുക. ഫസ്റ്റ് നമുക്ക് ആറ്റം വെച്ചിട്ട് തുടങ്ങാം. എന്താണ് ആറ്റം? കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം പഠിക്കുമ്പോൾ ആറ്റം എന്താണ്, തന്മാത്ര എന്താണ്, മൂലകങ്ങൾ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ, ആറ്റത്തിന്റെ ഘടന, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആറ്റം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമാണ് ടോപ്പിക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് LGS എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക. അപ്പൊ ഒരു പദാർത്ഥമാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്തുമാവാം. ഇപ്പൊ പഞ്ചസാരയാവാം, ഉപ്പാവാം, അങ്ങനെയുള്ള എന്തും ഒരു പദാർത്ഥമായിട്ട് നമുക്ക് പറയാം. അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും ചെറിയ കണിക, എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുമ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. തന്മാത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്. തന്മാത്ര. അപ്പൊ എന്താണ് ആറ്റം എന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലെ. ആറ്റം എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പൊ തന്മാത്രയുടെ കേസിൽ നമ്മൾ പറഞ്ഞത് എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. ഒരു പദാർത്ഥം എടുത്താൽ അതിന്റെ എല്ലാ സ്വഭാവവും ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ആറ്റം ആണെങ്കിലോ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന പദം ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഗ്രീക്ക് പദം അറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് ഉണ്ടായത്.
അറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉണ്ടായത്. അറ്റമോസിന്റെ മീനിങ് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. വിഭജിക്കാൻ കഴിയാത്തത്. വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ, അറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉണ്ടായത്. അപ്പൊ ആറ്റം എന്ന പേര് കൊടുത്തത്, ഈ അറ്റമോസിൽ നിന്നും ആറ്റം എന്ന പേര് കൊടുത്തത് ഡെമോക്രിറ്റസ് എന്ന സയന്റിസ്റ്റ് ആണ്. പേര് നൽകിയത് ഡെമോക്രിറ്റസ് ആണ്. ഡെമോക്രിറ്റസ് ഒരു തത്വചിന്തകനാണ് അല്ലെ, ഗ്രീക്ക് തത്വചിന്തകനാണ് ഡെമോക്രിറ്റസ്. ആറ്റം എന്ന പേര് നൽകിയത് ഡെമോക്രിറ്റസ് ആണ്. ഓക്കെ, ആ ഒരു ഡെമോക്രിറ്റസിന്റെ കാലത്ത് തന്നെ ഇന്ത്യയിലുള്ള ഒരു തത്വചിന്തകൻ കണാദമുനി, കണാദമുനി പദാർത്ഥങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണികകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു. ആ കണികകളെ കണാദമുനി വിളിച്ചിരിക്കുന്നത് പരമാണു എന്നാണ്. കണാദമുനി ആറ്റത്തിനെ വിളിച്ചത് പരമാണു എന്നാണ് വിശേഷിപ്പിച്ചത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഡെമോക്രിറ്റസ് അറ്റമോസ് എന്ന പദത്തിൽ നിന്നും ആറ്റം എന്ന പദം രൂപപ്പെടുത്തിയത്, ആറ്റം എന്ന പദം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച് ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിയത്, സയന്റിഫിക്കലി ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ 1807 അറ്റോമിക സിദ്ധാന്തം രൂപപ്പെടുത്തി. ഈ അറ്റോമിക സിദ്ധാന്തത്തിന്റെ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥവും ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു പദാർത്ഥവും അത് ഏറ്റവും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ കണികയായ ആറ്റം കൊണ്ട് നിർമ്മിതമാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അപ്പൊ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ ഈ ഒരു പോയിന്റ്, ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന പോയിന്റ്, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇത് ഒരു നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാസ് സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. മാസ് സംരക്ഷണ നിയമം, അത് ഈ ഒരു കാര്യമാണ് പറയുന്നത്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാണ് മാസ് സംരക്ഷണ നിയമം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ആറ്റങ്ങളുടെ വലുപ്പവും ഗുണവും മാസും എല്ലാം ഒരേപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണെങ്കിൽ വലുപ്പവും വ്യത്യാസമായിരിക്കും, മാസും എല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനെ ഡിഫറെന്റ് എലമെന്റ്സ് എടുത്തു. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇങ്ങനെ വ്യത്യസ്ത മൂലകങ്ങൾ എടുത്താൽ അവയുടെയൊക്കെ ഗുണങ്ങൾ വ്യത്യാസമാണ്, മാസ് വ്യത്യാസമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് അറ്റോമിക സിദ്ധാന്തം പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അറ്റോമിക സിദ്ധാന്തവുമായി റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് LGS 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം. ഇവിടെ 4 ഓപ്ഷൻസ്, 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അറ്റോമിക സിദ്ധാന്തവുമായി റിലേറ്റ് ചെയ്ത് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. ശരിയാണോ? ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തവുമായി റിലേറ്റ് ചെയ്ത് ശരിയാണ്. ഇനി വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. അതും ശരിയാണ് അല്ലെ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതും ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അതും ശരിയാണ്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്ത പ്രകാരം ഇവയിൽ എല്ലാം ശരിയാണ് എന്നാണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്ത പ്രകാരം എല്ലാം ശരിയാണ്. പക്ഷെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം എന്നുള്ളത്, നമുക്ക് ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ ഇലക്ട്രോൺസ് എന്നൊക്കെ പറയാം. പക്ഷെ ഡാൾട്ടൻ ആ ഒരു സമയത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അറ്റോമിക സിദ്ധാന്ത പ്രകാരം ഇവിടെ 3 തെറ്റാണ് എന്നുള്ള ഒരു ഓപ്ഷനും അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ശരിയാണ് എന്നാണ് ആൻസർ. എല്ലാം ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത്
തന്മാത്ര എന്താണെന്ന് നോക്കാം. ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് തന്മാത്ര? ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്നവയാണ് തന്മാത്ര. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വെള്ളത്തിന്റെ തന്മാത്രയാണ് H2O. ഇപ്പൊ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടാണ് വെള്ളത്തിന്റെ തന്മാത്രയായ H2O ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. രാസബന്ധനങ്ങളാൽ പരസ്പരം ബന്ധിപ്പിച്ച രണ്ടോ അതിലധികമോ ആറ്റങ്ങളുടെ ഒരു കൂട്ടമാണ് തന്മാത്ര. രാസപ്രവർത്തനം വഴി ആറ്റങ്ങൾ ബന്ധിപ്പിക്കുമ്പോഴാണ് തന്മാത്രകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ തന്മാത്രയെ നമുക്ക് ഡിഫൈൻ ചെയ്താൽ ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം നിലനിർത്താൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, തന്മാത്രകൾ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഗുണങ്ങളും നിലനിർത്താൻ കഴിയുന്ന കണിക ഏതെന്ന് ചോദിച്ചാൽ അത് തന്മാത്രയാണ് ആൻസർ. തന്മാത്ര. അപ്പൊ തന്മാത്രകൾക്ക് എക്സാമ്പിൾ ആണ് വാട്ടർ മോളിക്യൂള്, വെള്ളം. ഫസ്റ്റ് വൺ വെള്ളമാണ്, H2O. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം ഫോം ചെയ്യും. അതേപോലെ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സെക്കൻഡ് ഇമേജ്. ഒരു കാർബണും 2 ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഇനി ഒരു നൈട്രജനും 3 ഹൈഡ്രജനും കൂടെ വന്നാൽ അത് NH3 ആയി. NH3 അമോണിയയാണ്. ഒരു നൈട്രജനും 3 ഹൈഡ്രജനും കൂടെ വന്നാൽ അമോണിയ ഫോം ചെയ്യും. അമോണിയയുടെ ഒരു തന്മാത്രയാണ് NH3. ഓക്കെ, അങ്ങനെയെങ്കിൽ തന്മാത്രയും തന്മാത്രയിലെ ആറ്റങ്ങളും കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അമോണിയ നമ്മൾ പറഞ്ഞു, അമോണിയയുടെ ആറ്റങ്ങൾ NH3 ആണ് അല്ലെ. അമോണിയയിൽ NH3 ആണ് ഒരു തന്മാത്ര എന്ന് പറയുന്നത്. NH3 ആണ് അമോണിയയുടെ തന്മാത്ര. അപ്പൊ നൈട്രജന്റെ ഒരു ആറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റങ്ങളുമാണ് അമോണിയ തന്മാത്രയിൽ കാണുന്നത്. ഇനി ഓക്സിജൻ ആണെങ്കിലോ, ഓക്സിജന്റെ തന്മാത്ര എന്ന് പറയുമ്പോൾ O2 ആണ്. അപ്പൊ ഒരേ ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടും തന്മാത്രകൾ ഫോം ചെയ്യാം. അമോണിയ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് വ്യത്യസ്ത ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ്, നൈട്രജനും ഹൈഡ്രജനും. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജന്റെ തന്മാത്ര എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ മാത്രം 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് കൂടി ചേർന്നിട്ടും തന്മാത്ര ഉണ്ടാവാം, വ്യത്യസ്ത ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടും തന്മാത്ര ഫോം ചെയ്യാം. ഓക്സിജൻ തന്മാത്ര O2 ആണ്. ഓക്സിജന്റെ 2 ആറ്റങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ക്ലോറിൻ തന്മാത്ര എന്ന് പറയുമ്പോൾ Cl2 ആണ്. 2 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ക്ലോറിന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യും. 2 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു തന്മാത്ര. അപ്പൊ ക്ലോറിന്റെ 2 ആറ്റങ്ങളാണ് ക്ലോറിന്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി മീഥേൻ എന്ന് പറയുമ്പോൾ CH4 ആണ് മീഥേൻ. CH4. ഒരു കാർബണും 4 ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് മീഥേന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യുന്നത്. ഒരു കാർബണും 4 ഹൈഡ്രജനും. അപ്പൊ കാർബണിന്റെ ഒരു ആറ്റവും ഹൈഡ്രജന്റെ 4 ആറ്റങ്ങളും കൂടി ചേർന്നിട്ട് മീഥേന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യും. അടുത്തത് ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ H2 ആണ്. H2. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഹൈഡ്രജൻ തന്മാത്ര ഫോം ചെയ്യുന്നത്. H2. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര. കാർബണിന്റെ ഒരു ആറ്റവും ഓക്സിജന്റെ 2 ആറ്റങ്ങളും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര ഫോം ചെയ്യും. ഇങ്ങനെ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് തന്മാത്ര ഫോം ചെയ്യും. ഒരേ ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ ആവാം, അല്ലെങ്കിൽ വ്യത്യസ്ത ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടും തന്മാത്രകൾ ഫോം ചെയ്യാം. അപ്പൊ ഇവിടെ തന്മാത്രകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വ്യത്യസ്ത ആറ്റങ്ങളാണെങ്കിൽ NH3, CH4, CO2 ഇങ്ങനെ പറയാം. ഒരേ ടൈപ്പ് ഓഫ് ആറ്റങ്ങളാണെങ്കിൽ, തന്മാത്രകളാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് നമ്പർ കൊടുക്കുന്നത്. O2 ഓക്സിജൻ തന്മാത്രയാണ്. Cl2 ക്ലോറിന്റെ ഒരു തന്മാത്ര. ഈ 2 എന്നുള്ള സംഖ്യ വരുന്നത് എവിടെയാണ്? താഴെയാണ് അല്ലെ. ഇനി H2 ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ കൂടി ചേർന്ന് ഹൈഡ്രജന്റെ ഒരു തന്മാത്ര ഫോം ചെയ്തു. H2 ഹൈഡ്രജന്റെ ഒരു തന്മാത്രയാണ്. ഇനി എന്താണ് മൂലകങ്ങൾ, എന്താണ് സംയുക്തങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടെ നോക്കണം. മൂലകങ്ങൾ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. അപ്പൊ മൂലകങ്ങൾ നമ്മൾ എടുത്താൽ അതിൽ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമാണ് കാണുന്നത്. അങ്ങനെ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രം കാണുന്ന ശുദ്ധ പദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് പറയാം. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, ഇരുമ്പ്, സ്വർണം ഇതൊക്കെ മൂലകങ്ങളാണ്. പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്.
അവയിലൊക്കെ ഇരുമ്പെടുത്താൽ ഇരുമ്പിന്റെ അകത്ത് ഇരുമ്പിന്റെ ആറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. സ്വർണം എടുത്താൽ സ്വർണത്തിന്റെ ആറ്റം മാത്രമേ കാണുന്നുള്ളൂ. സോഡിയം എടുത്താൽ സോഡിയത്തിന്റെ ആറ്റം മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരേ ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മൂലകങ്ങൾ കൊണ്ടാണ്. ആ മൂലകങ്ങളൊക്കെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ മൂലകങ്ങളും അവയുടെ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അത് ഓർത്തു വെക്കുക. അപ്പൊ ആറ്റങ്ങളുടെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിക്കുന്നത്. മൂലകങ്ങളും അവയുടെ ആറ്റങ്ങളുടെ പ്രോപ്പർട്ടീസും ആണ് പീരിയോഡിക് ടേബിളിൽ പഠിക്കുന്നത്. അപ്പൊ സംയുക്തങ്ങൾ ഇനി എന്താ നോക്കാം. എന്താണ് സംയുക്തങ്ങൾ? രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നിട്ട് സംയുക്തങ്ങൾ ഫോം ചെയ്യും. മൂലകങ്ങൾ കൂടി ചേർന്നിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ സംയുക്തങ്ങൾക്ക് എക്സാമ്പിൾ ആണ് വെള്ളം, പഞ്ചസാര, ഉപ്പ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ. അപ്പൊ വെള്ളം H2O ആണ്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നിട്ട് വെള്ളം ഉണ്ടാവും. പഞ്ചസാരയാണെങ്കിലോ C12H22O11 ആണ് പഞ്ചസാരയുടെ രാസസൂത്രം. 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനും കൂടി ചേർന്നിട്ട് പഞ്ചസാരയുടെ ഒരു തന്മാത്ര ഫോം ചെയ്യും. അതൊരു സംയുക്തമാണ്. ഡിഫറെന്റ് മൂലകങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണല്ലേ സംയുക്തം. അപ്പൊ പഞ്ചസാര ഒരു സംയുക്തമാണ്. ഇനി ഉപ്പാണെങ്കിലോ ഉപ്പ് NaCl ആണ്. സോഡിയവും ക്ലോറിനും കൂടി ചേർന്നിട്ടാണ് ഉപ്പ് ഫോം ചെയ്യുന്നത്. സോഡിയം Na, ക്ലോറിൻ Cl. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഉപ്പ് ഫോം ചെയ്യും. ഉപ്പ് എന്ന് പറയുന്നതും ഒരു സംയുക്തമാണ്. ഉപ്പ് ഒരു സംയുക്തമാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് CO2, കാർബണും 2 ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതും ഒരു സംയുക്തമാണെന്ന് പറയാം. മൂലകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംയുക്തങ്ങൾ രൂപപ്പെടുന്നത്. ഈ ഒരു ഉപ്പിന്റെ രാസസൂത്രം ഒരു LGS എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഉപ്പിന്റെ രാസസൂത്രം, കെമിക്കൽ നെയിം എന്താണെന്നുള്ളത്, രാസനാമം എന്ത്? സോഡിയം ക്ലോറൈഡ് ആണ്. NaCl, സോഡിയം ക്ലോറൈഡ് ആണ് രാസനാമം. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ 118 മൂലകങ്ങൾ ഉണ്ട്. നോക്കിയേ, 118 മൂലകങ്ങൾ. ഈ മൂലകങ്ങളൊക്കെ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഒരേ ഇനം മാറ്റങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ശുദ്ധ പദാർത്ഥങ്ങളാണ്. അപ്പൊ ഈ 118 എണ്ണം ഇങ്ങനെ പീരിയോഡ് ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത്, ഇപ്പൊ നിലവിൽ നമ്മൾ മൂലകങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കി, ഹൈഡ്രജനെ H എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹീലിയത്തെ H എന്ന് റെപ്രസെന്റ് ചെയ്യും. ലിഥിയം Li, ബെർലിയം Be, ബോറോൺ B. അങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൂലകങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ പണ്ട് കാലത്തൊക്കെ മൂലകങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള സൈനുകളായിരുന്നു, ചിഹ്നങ്ങളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹൈഡ്രജൻ നോക്കിയേ, ഒരു റൗണ്ടും അതിനകത്തൊരു കുത്തുമാണ് ഹൈഡ്രജൻ റെപ്രസെന്റ് ചെയ്യാൻ. കാർബൺ ആണെങ്കിൽ ഒരു റൗണ്ടിൽ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഓക്സിജൻ ആണെങ്കിൽ ഒരു റൗണ്ട് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് മൂലകങ്ങളെ പണ്ട് കാലത്ത് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പിന്നീട് മാറ്റം വരുത്തി അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന പ്രതീക സമ്പ്രദായം കൊണ്ടുവന്നത് ബെർസിലിയസ് ആണ്. ബെർസിലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇപ്പൊ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നം, അങ്ങനെ മൂലകങ്ങളെ പ്രതീക സമ്പ്രദായം, മൂലകങ്ങളെ സിംബലൈസ് ചെയ്യുന്ന ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ബെർസിലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ബെർസിലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നിവ. ഇപ്പൊ സീറിയം, തോറിയം ഇവ രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ടല്ലേ. സെലീനിയം അത് രണ്ടും യത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ ഇതിൽ 3 മൂലകങ്ങൾ സായിൽ തുടങ്ങുന്നതാണ്. സെലീനിയം, സീറിയം, സിലിക്കൺ, അതുകൂടാതെ തോറിയം കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും എലമെന്റ്സ് ആണ് ബെർസിലിയസ് കണ്ടുപിടിച്ചത്. ബെർസിലിയസ് സെലീനിയം, സീറിയം, തോറിയം കൂടെ സിലിക്കണും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? മൂലകത്തിന്റെ പേരിന്റെ 1ഓ 2ഓ അക്ഷരങ്ങളിൽ നിന്ന് മൂലകങ്ങളുടെ പ്രതീകം ഉണ്ടാക്കാമെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആരാണ് ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. ബെർസിലിയസ് ആണ് കറക്റ്റ് ആൻസർ. പ്രതീകം, അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളുടെ പ്രതീകം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ ബെർസിലിയസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റു ചില മൂലകങ്ങൾ നോക്കിയാൽ അറിയാം. ചില മൂലകങ്ങളുടെ പേരുകൾ നോക്കിയേ. സോഡിയത്തിന്റെ പ്രതീകം Na ആണ്. Na. എന്തുകൊണ്ട് സോഡിയത്തിന് Na എന്ന പ്രതീകം വന്നു? Na വരാൻ കാരണം സോഡിയം S-ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ S എന്നല്ല കൊടുത്തിരിക്കുന്നത്, Na എന്നാണ് കൊടുത്തിരിക്കുന്നത്. റീസൺ എന്താ?
സോഡിയം ലാറ്റിൻ നാമമായ നാട്രിയത്തിൽ നിന്നാണ് Na എന്ന പ്രതീകം വന്നത്. സോഡിയത്തിന്റെ ലാറ്റിൻ നാമം നാട്രിയം ആണ്. അതിൽ നിന്നും Na എന്ന പ്രതീകം വന്നു. അതേപോലെ പൊട്ടാസ്യത്തിന്റെ പ്രതീകം K ആണ്, സിമ്പൽ K ആണ്. K എന്ന് വന്നിരിക്കുന്നത് ലാറ്റിൻ നാമമായ കാലിയത്തിൽ നിന്നാണ്. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം കാലിയമാണ്. അതിൽ നിന്നാണ് K എന്ന സിമ്പൽ എടുത്തിരിക്കുന്നത്. ഇനി ഇരുമ്പ് ലാറ്റിൻ നാമം എന്താ? ഫെറമാണ്. ഫെറത്തിൽ നിന്നാണ് Fe എന്ന സിമ്പൽ വന്നിരിക്കുന്നത്. Fe, ഫെറം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ് Fe എന്ന സിമ്പൽ ഇരുമ്പിന് വന്നിരിക്കുന്നത്. ഇനി സ്വർണത്തിന്റെ ലാറ്റിൻ നാമം ഓറമാണ്. ഓറത്തിൽ നിന്നും Au എന്ന സിമ്പൽ വന്നു. കോപ്പറിന്റെ ലാറ്റിൻ നാമം കുപ്രമാണ്. കുപ്രത്തിൽ നിന്നും Cu എന്ന സിമ്പൽ വന്നു. ഇങ്ങനെ പല മൂലകങ്ങൾക്കും സിമ്പലൈസ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ നാമത്തിൽ നിന്നാണ്. ഇനി മറ്റൊരു എലമെന്റ് നോക്കാം, സിൽവർ അല്ലെങ്കിൽ വെള്ളി എന്ന് പറയും അല്ലെ. സിൽവർ അല്ലെങ്കിൽ വെള്ളി. വെള്ളിയുടെ പ്രതീകം Ag ആണ്. Ag വന്നിരിക്കുന്നത് അർജന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അർജന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് Ag എന്ന സിമ്പൽ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ ലെഡ് ആണ്. ലെഡിന്റെ സിമ്പൽ എന്താണ്? Pb ആണ്. ലെഡ്, Pb വന്നിരിക്കുന്നത് പ്ലംബം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ്. പ്ലംബം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നും Pb വന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് മെർക്കുറിയുടെ സിമ്പൽ എന്താ? മെർക്കുറി Hg ആണ് അല്ലെ. Hg. ഹൈഡ്രാർഗൈറം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മെർക്കുറിക്ക് Hg എന്ന സിമ്പൽ വന്നിരിക്കുന്നത്. ഹൈഡ്രാർഗൈറം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും Hg എന്ന സിമ്പൽ വന്നു. അപ്പൊ മൂലകങ്ങളും ലാറ്റിൻ പദവുമാണ് നമ്മൾ നോക്കിയത്. സോഡിയം Na, പൊട്ടാസ്യം K, ഇരുമ്പ് Fe, സ്വർണം Au, കോപ്പർ Cu, സിൽവർ Ag, ലെഡ് Pb, മെർക്കുറി Hg. അപ്പൊ ലാറ്റിൻ നാമവും പ്രതീകവും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നമുക്കറിയാം ധാരാളം ലാറ്റിൻ പദത്തിൽ നിന്നും വന്ന പ്രതീകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സോഡിയം നമ്മൾ പറഞ്ഞു. സോഡിയം ഒരു എക്സാമ്പിൾ ആണ്. പൊട്ടാസ്യം K 19ാമത്തെ മൂലകമാണ്. അറ്റോമിക് നമ്പർ 19 പൊട്ടാസ്യം. അതേപോലെ സിൽവർ 47, അറ്റോമിക് നമ്പർ 47 സിൽവർ, അർജന്റം അല്ലെ. അർജന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സിൽവറിന് Ag എന്ന പ്രതീകം വന്നത്. ഗോൾഡ് ആണെങ്കിൽ Au ആണ്, 70ാമത്തെ എലമെന്റ് ആണ്. ഓറം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് Au വന്നിട്ടുള്ളത്. Hg 79 ആണ് ഗോൾഡ്, 79ാമത്തെ എലമെന്റ് ആണ് ഗോൾഡ്. Hg 80ാമത്തെ എലമെന്റ് ആണ് മെർക്കുറി. അപ്പൊ അറ്റോമിക് നമ്പർ 80 ആണ്. ഹൈഡ്രാർഗൈറം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മെർക്കുറിക്ക് Hg എന്ന പ്രതീകം വന്നത്. മറ്റൊരു എക്സാമ്പിൾ ടിൻ ആണ്. Sn ആണ് ടിന്നിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സ്റ്റാനം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടിന്നിന് Sn എന്ന പ്രതീകം വന്നത്. സ്റ്റാനം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. 50ാമത്തെ എലമെന്റ് ആണ് ടിൻ. 51ാമത്തെ എലമെന്റ് ആയ ആന്റിമണിയുടെ പ്രതീകം Sb ആണ്. Sb എന്ന പ്രതീകം വരാൻ കാരണം സ്റ്റിബിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അപ്പോൾ Sb ആണ് ആന്റിമണി, 51ാമത്തെ എലമെന്റ്. അതേപോലെ 82ാമത്തെ എലമെന്റ് ആയ ലെഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു. പ്ലംബത്തിൽ നിന്നാണ്, ലാറ്റിൻ പദമായ പ്ലംബത്തിൽ നിന്നാണ് ലെഡിന് Pb എന്ന പ്രതീകം വന്നിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം എലമെന്റ്സിന് ലാറ്റിൻ പദത്തിൽ നിന്നും പ്രതീകം അല്ലെങ്കിൽ സിംബലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എലമെന്റ്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. മറ്റൊരു എക്സാമ്പിൾ കൂടെ ടങ്സ്റ്റൺ W ആണ് സിമ്പൽ. ടങ്സ്റ്റന്റെ സിമ്പൽ W ആണ്. W എന്ന സിമ്പൽ വന്നിരിക്കുന്നത് വോൾഫ്രം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. വോൾഫ്രം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് W എന്ന സിമ്പൽ കൊടുത്തിരിക്കുന്നത്. കോപ്പർ ആണെങ്കിൽ 29ാമത്തെ എലമെന്റ് കോപ്പറിന് കുപ്രം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. കോപ്പറിന് Cu എന്ന സിമ്പൽ കൊടുത്തിരിക്കുന്നത് കുപ്രത്തിൽ നിന്നാണ്. ഓക്കെ, ഇത്രയാണ് ലാറ്റിൻ പദങ്ങളും എലമെന്റ്സിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എലമെന്റ്സും ആണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മൂലകങ്ങൾക്ക് പേര് വന്ന വഴിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. മോസ്കോവിയം, ടെന്നസിൻ, ഒഗാനസൺ, ലിവർമോറിയം, ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഇപ്പൊ നിലവിൽ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്. അതിൽ 2016 അവസാനമായിട്ട് മൂലകങ്ങൾ ചേർത്തത്. എപ്പോഴാണ്? 2016 അവസാനമായിട്ട് മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടത്. 2014 4 മൂലകങ്ങൾ ചേർത്തു. 4 മൂലകങ്ങൾ ഏതൊക്കെയാണ്? 4 മൂലകങ്ങൾ 113ാമത്തെ മൂലകമായ നിഹോണിയം ആണ് ഒന്ന്. 113ാമത്തെ മൂലകമായ നിഹോണിയം.
115 മൂലകമായ മോസ്കോവിയം. ഇപ്പൊ നിഹോണിയം, മോസ്കോവിയം, ടെന്നസീൻ. 117 മൂലകമായ ടെന്നസീൻ, 118 മൂലകമായ ഒഗാനസൺ. ഈ 4 മൂലകമാണ് 2016 അവസാനമായിട്ട് പീരിയോഡിക് ടേബിളിലേക്ക് ചേർത്തത്. 7ാമത്തെ പീരീഡ് ആണല്ലേ ഇത്. 7ാമത്തെ പീരീഡിലേക്കാണ് ചേർക്കപ്പെട്ടത്. അപ്പോ ഏതൊക്കെ മൂലകം? 113 മൂലകമായ നിഹോണിയം. നിഹോണിയം എന്ന പേര് വരാൻ കാരണം ജപ്പാന്റെ ജപ്പാനീസ് നെയിമാണ് നിഹോണിയം. ഒരു രാജ്യമായ ജപ്പാനിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് വരാൻ കാരണം. ജപ്പാന്റെ ജപ്പാനീസ് നെയിം നിഹോണിയമാണ്. ഇനി ഒരു റഷ്യൻ നഗരമായ മോസ്കോയിൽ നിന്നാണ് മോസ്കോവിയം എന്ന എലമെന്റിന് പേര് കൊടുത്തിരിക്കുന്നത്. 115ാമത്തെ എലമെന്റായ മോസ്കോവിയം റഷ്യൻ നഗരമായ മോസ്കോയിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുന്നത്. ടെന്നസീൻ 117ാമത്തെ എലമെന്റ് ആണ്. ഒരു അമേരിക്കൻ സ്റ്റേറ്റിൽ നിന്നാണ് ടെന്നസീൻ എന്ന പേര് വന്നിട്ടുള്ളത്. അമേരിക്കൻ സ്റ്റേറ്റിൽ നിന്ന്. ഇനി 118ാമത്തെ മൂലകമായ ഒഗാനിസണ് പേര് വന്നിട്ടുള്ളത് ഒരു റഷ്യൻ സയന്റിസ്റ്റ് ആയ യൂറി ഒഗാനിസണിൽ നിന്നാണ്. റഷ്യൻ സയന്റിസ്റ്റ് ആയ യൂറി ഒഗാനിസണിൽ നിന്നാണ്, ഒഗാനിഷ്യത്തിൽ നിന്നാണ് ഒഗാനിസൺ എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 മൂലകങ്ങളാണ് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുകയാണെങ്കിൽ ഒരേ ഒരു മൂലകത്തിന് മാത്രമാണ് ഏഷ്യൻ രാജ്യത്തിൽ നിന്നും പേര് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ആ മൂലകം എന്ന് ചോദിച്ചാൽ നിഹോണിയമാണ് ആൻസർ. നിഹോണിയം എന്ന മൂലകത്തിനാണ് ഒരേ ഒരു ഏഷ്യൻ രാജ്യത്തിൽ നിന്നും പേര് വന്ന മൂലകം. ജപ്പാൻ ഒരു ഏഷ്യൻ രാജ്യമാണല്ലോ. ജപ്പാനിൽ നിന്നും പേര് വന്നിരിക്കുന്നത് നിഹോണിയമാണ്. അപ്പോൾ ഒരേ ഒരു മൂലകം, ഏഷ്യൻ രാജ്യത്തിൽ നിന്നും പേര് വന്ന ഒരേ ഒരു മൂലകം നിഹോണിയമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരെന്ത്? നമ്മൾ ആറ്റം എന്താണ്, തന്മാത്ര എന്താണെന്ന് പറഞ്ഞു, മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞു, മൂലകങ്ങളുടെ സിമ്പൽ പറഞ്ഞു, മൂലകങ്ങൾക്ക് പേര് വന്ന വഴി പറഞ്ഞു. ഇനി അടുത്തത് തന്മാത്രയിലേക്ക് തന്നെ പോവാം. തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തെ വിളിക്കുന്ന പേര് അറ്റോമികത എന്നാണ് പറയാ. ഓരോ തന്മാത്രയിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തെ പറയുന്നതാണ് അറ്റോമികത. അറ്റോമികത എന്ന് പറയും. നോക്കിയേ, ഹീലിയത്തിന്റെ തന്മാത്ര എന്ന് പറയുന്നത് ഹീലിയം ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം. He ആണ്. ഹീലിയം തന്മാത്രയായിട്ട് ഫോം ചെയ്യുന്നില്ല. ഇനി ഹൈഡ്രജന്റെ തന്മാത്ര H2 ആണ് അല്ലെ. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് തന്മാത്ര ഫോം ചെയ്യും. H2 ആണ്. ഓക്സിജൻ ആണെങ്കിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് O2 തന്മാത്ര ഫോം ചെയ്യും. ക്ലോറിൻ ആണെങ്കിൽ 2 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് Cl2 തന്മാത്ര ഫോം ചെയ്യും. ഓസോൺ തന്മാത്ര എന്ന് പറയുന്നത് O3 ആണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് O3 ഓസോൺ തന്മാത്ര ഉണ്ടാവുന്നത്. ഇനി സൾഫറിന്റെ തന്മാത്രയാണെങ്കിലോ S8 ആണ്. 8 സൾഫർ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് സൾഫറിന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യുന്നത്. അപ്പോ തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത. അങ്ങനെയെങ്കിൽ ഓരോ തന്മാത്രയുടെയും അറ്റോമികത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. തന്മാത്ര ഹീലിയം ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 1 ആണ്. അതിനെ നമുക്ക് ഏകാറ്റോമിക മൂലകം എന്ന് പറയാം. ഒരാറ്റം മാത്രം അടങ്ങിയിരിക്കുന്ന മൂലകമാണ്. ഇനി O2 ആണെങ്കിലോ 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് O2 ഉണ്ടാവുന്നത്. അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്. ഇത് ദ്വയാറ്റോമിക മൂലകമാണ്. S8 ആണെങ്കിൽ സൾഫറിന്റെ കേസിൽ 8 സൾഫർ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു മൂലകം, ഒരു തന്മാത്ര ഉണ്ടാവുന്നത് അല്ലെ സൾഫറിന്റെ. അപ്പൊ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 8 ആണ്. ഒരു സൾഫർ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 8 ആണ്. ഇതിനെ ബഹു അറ്റോമിക മൂലകം എന്ന് വിളിക്കാം. 3ൽ കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്ന തന്മാത്രയാണെങ്കിൽ നമുക്ക് ബഹു അറ്റോമികം എന്ന് പറയാം. ബഹു അറ്റോമികം. H2 ആണെങ്കിൽ 2 ആറ്റങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. H2 തന്മാത്രയിൽ 2 ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പൊ അത് ദ്വയാറ്റോമികമാണ്. ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയാം. ദ്വയാറ്റോമിക തന്മാത്ര. ഇനി P4, ഫോസ്ഫറസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോസ്ഫറസ് ആണ് P. ഇപ്പൊ P4ന്റെ കേസിൽ 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു ഫോസ്ഫറസ് തന്മാത്ര ഫോം ചെയ്യാം. അതിന് നമുക്ക് ബഹു അറ്റോമികം എന്ന് തന്നെ പറയാം. ബഹു അറ്റോമിക തന്മാത്ര എന്ന് പറയാം, അല്ലെങ്കിൽ ബഹു അറ്റോമിക മൂലകം എന്ന് പറയാം. അടുത്തത് നിയോൺ. നിയോൺ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അല്ലെ. നിയോൺ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം. അപ്പൊ അത് ഒരു ആറ്റം മാത്രം അടങ്ങിയ തന്മാത്രയാണ്. ഒരു ആറ്റം മാത്രമേ നിയോണിൽ നിൽക്കൂ. ഒരു ആറ്റമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ അതിനെ ഏകാറ്റോമിക മൂലകം എന്ന് വിളിക്കാം. ഏകാറ്റോമിക മൂലകം. അടുത്തതായിട്ട് Cl2 ആണ്. Cl2 2 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് തന്മാത്രയായിട്ട് മാറുന്നത് ദ്വയാറ്റോമികമാണ്. ദ്വയാറ്റോമികം. ഇനി
ആർഗൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് അല്ലെ. ഹീലിയം, നിയോൺ, ആർഗൺ ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ്, തന്മാത്രകൾ ഫോം ചെയ്യുന്നില്ല. അപ്പൊ ആർഗൺ ഒന്നാണ് ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ അത് ഏകാറ്റോമികമാണ്, ഏകാറ്റോമികം. ഇനി O3 ആണെങ്കിലോ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഓസോണിന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെ ത്രയാറ്റോമിക തന്മാത്ര എന്ന് വിളിക്കാം. ത്രയാറ്റോമികം, 3 ത്രയാറ്റോമികം എന്ന് പറയാം, ത്രയാറ്റോമിക തന്മാത്ര എന്ന് പറയാം അല്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓരോ തന്മാത്രയിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തെയാണ് അറ്റോമികത എന്ന് പറയുന്നത്. അപ്പൊ ആറ്റങ്ങളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫോസ്ഫറസിൽ 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഫോസ്ഫറസിന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യും. സൾഫർ 8 സൾഫർ ആറ്റങ്ങൾ കൂടി ചേർന്ന് സൾഫറിന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യും. ഓസോൺ എന്ന് പറയുന്നത് 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഓസോണിന്റെ ഒരു തന്മാത്ര ഫോം ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഹീലിയം, നിയോൺ, ആർഗൺ എന്നൊക്കെ പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് എലമെന്റാ? അതൊക്കെ 18ാമത്തെ ഗ്രൂപ്പ് അലസവാതകങ്ങളാണ് അല്ലെ. അതുകൊണ്ട് അതൊക്കെ ഏകാറ്റോമിക മൂലകങ്ങളായിരിക്കും. അലസവാതകങ്ങളൊക്കെ അലസവാതകങ്ങൾ മടിയന്മാരാണെന്ന് പറയും, മറ്റുള്ളവയുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം. അഷ്ടകം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവയെ ഏകാറ്റോമിക മൂലകം എന്നാണ് പറയാ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ആറ്റത്തിന്റെ മാസിലേക്ക് കടക്കാം. അറ്റോമിക മാസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അറ്റോമിക മാസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന യൂണിറ്റ് ആണ് AMU. അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്, AMU. നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ് ആണ് U. U എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസ് ആണ്, യൂണിഫൈഡ് മാസ്. അപ്പൊ ആറ്റത്തിന്റെ മാസ് നിലവിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് മാസ്, യൂണിഫൈഡ് മാസ് ആണ്. AMU എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ്, പണ്ട് കാലത്ത് യൂണിറ്റ് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ നമ്മൾ ആറ്റത്തിന്റെ മാസ് പറയുന്നത് ഒരിക്കലും ആറ്റത്തിന്റെ റിയൽ മാസ് അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിയൽ മാസ് അല്ല എന്ന് പറയാൻ കാരണം ആറ്റം അത്രയും ചെറുതാണ്, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറുതാണ് ആറ്റം. വളരെ ചെറിയ ആറ്റത്തിന്റെ മാസ് നമുക്ക് അളക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ആറ്റത്തിന്റെ മാസ് യൂസ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റിലേറ്റീവ് മാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജന്റെ മാസ് 1 യൂണിഫൈഡ് മാസ് ആണ്, കാർബണിന്റെ 12 U ആണ്, ഇനി നൈട്രജന്റെ 14 U ആണെന്നൊക്കെ പറയുന്നത് ഒരു റിലേറ്റീവ് മാസ് ആണ്. അപ്പൊ റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാർബണിന്റെ മാസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കാർബൺ ആറ്റത്തിന്റെ മാസ് 12 ആണ്. കാർബൺ ആറ്റത്തിന്റെ മാസ് 12 ആണെങ്കിൽ ഈ കാർബൺ ആറ്റത്തിനെ, ഈ ആറ്റത്തിനെ 12 പീസസ് ആക്കി മാറ്റി, 12 പീസസ് ആക്കി മാറ്റി. സെയിം വലുപ്പമുള്ള 12 പീസസ് ആക്കി മാറ്റിയതിൽ അതിൽ ഒരു പീസ്, ഈ ഒരു പീസ് എടുത്താൽ അതാണല്ലോ 1/12 മാസ് ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ 1/12 മാസ് ഓഫ് കാർബൺ ആറ്റം എന്ന് വെച്ചാൽ ഈ കാർബൺ ആറ്റത്തിന്റെ 12ൽ ഒരു ഭാഗമാണ് അല്ലെ. 1/12 ഓഫ് കാർബൺ ആറ്റം ആണ് കാർബൺ ആറ്റം, 12ൽ ഒരു ഭാഗം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു AMU, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 12ൽ ഒരു ഭാഗം. കാർബൺ ആറ്റത്തിന്റെ മാസിനെ 12 പീസാക്കിയാൽ അതിൽ ഒരു ഭാഗത്തെയാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാം. ഈ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് 1/12 ഓഫ് കാർബൺ ആണെങ്കിൽ അങ്ങനെയുള്ള 12 എണ്ണം കൂട്ടി വെച്ചാൽ കിട്ടുന്നത് കാർബൺ ആറ്റത്തിന്റെ മാസ് ആയിരിക്കും, 12 ആയിരിക്കില്ലേ കിട്ടുക. ഇനി ഈ 1/12 മാസിന്റെ ഒരു ഭാഗം, ആകെ ഒരു പീസ് എടുത്താൽ അതാണ് ഹൈഡ്രജന്റെ മാസ്. ഇങ്ങനെയുള്ള 12 പീസസ് എടുത്താൽ കിട്ടുന്നതാണ് കാർബണിന്റെ മാസ്. ഇനി അതേപോലെ 14 പീസ് എടുത്താൽ കിട്ടുന്നതാണ് എന്തിന്റെ, നൈട്രജന്റെ മാസ്. ഇനി ഈ 1/12ന്റെ 16 പീസ് കൂട്ടി വെച്ചാൽ കിട്ടുന്നതായിരിക്കും ഓക്സിജന്റെ മാസ്. 1/12 മാസ് ഓഫ് കാർബൺ ആറ്റത്തിന്റെ 16 പീസ് കൂട്ടി വെച്ചാൽ കിട്ടുന്നത് ഓക്സിജന്റെ മാസ് ആണ്. 23 പീസ് വെച്ചാൽ കിട്ടുന്നതാണ് സോഡിയത്തിന്റെ മാസ്, Na. ഇനി 32 എണ്ണം കൂട്ടി വെച്ചാലോ, 32 എണ്ണം ഒരുമിച്ചാൽ നമുക്ക് സൾഫറിന്റെ മാസ് കിട്ടും. ഇങ്ങനെ റിലേറ്റീവ് മാസ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ 1, 12, 14, 16, 23, 32 എന്നൊക്കെ പറയുന്നത് റിലേറ്റ് ചെയ്യുന്ന മാസ് ആണ് അല്ലെ, റിലേറ്റ് ചെയ്യുന്ന നമ്പർ ആണ്. ആ നമ്പറിനെയാണ് നമ്മൾ മാസാക്കി പറയുന്നത്. എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പൊ ആറ്റത്തിന്റെ മാസ് ഇത് പഠിച്ചു വെക്കുക. ഹൈഡ്രജന്റെ 1 ആണ്, കാർബണിന്റെ 12 ആണ്, നൈട്രജൻ 14, ഓക്സിജൻ 16 ആണ്, സോഡിയം 23, മെഗ്നീഷ്യം 24, സൾഫർ 32, ക്ലോറിൻ 35.5 ആണ്, കാൽഷ്യം 40. ഇങ്ങനെയാണ് അറ്റോമിക് മാസ് വരുന്നത്. ഈ അറ്റോമിക് മാസസ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക.
ഇപ്പൊ കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് എത്ര? 40, 20, 23, 30. ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. 40 ആണ് കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്ര പിണ്ഡം ഡാഷ് ആണെന്നാണ്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്ര പിണ്ഡം വരുന്നത്? കാർബണിന്റെ മാസും ഓക്സിജന്റെ മാസും കൂടെ കൂട്ടണം. അപ്പൊ CO2 ആണ്. കാർബണിന്റെ മാസ് 12 ആണ്, പ്ലസ് ഓക്സിജന്റെ മാസ് 16 ആണ്. അപ്പൊ 16 into 2 എന്ന് പറയുമ്പോൾ 32 വരും അല്ലെ. അപ്പൊ 12 plus 32 equal to 44 ആണ് കാർബണിന്റെ അറ്റോമിക് തന്മാത്ര പിണ്ഡം, മോളിക്കുലാർ മാസ്. അപ്പൊ 44 യൂണിറ്റ് എന്ന് വരും. 44 യൂണിറ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ തന്മാത്ര പിണ്ഡം. 44 യൂണിഫൈഡ് മാസ് വരും. ഇനി അടുത്തതായിട്ട് നമുക്ക് ആറ്റം മോഡൽസിലേക്ക് കടക്കണം. ആറ്റം മോഡൽസ് എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ സബ് അറ്റോമിക കണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സബ് അറ്റോമിക കണങ്ങൾ എന്തൊക്കെയാണ്? അത് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ആറ്റത്തിന്റെ ഓരോ മോഡൽ, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആറ്റത്തിന്റെ സ്ട്രക്ചറിലാണ് പറയുന്നത്. അപ്പൊ ആറ്റം മോഡൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു, ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം വഴിയാണ് ജെ തോംസൺ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി ന്യൂട്രോണിനെ കണ്ടെത്തി, അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാ? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. ജെയിംസ് ചാഡ്വിക്. ഇപ്പൊ ജെ തോംസണുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ്. പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ മുന്നോട്ട് വെച്ച ആറ്റം മാതൃകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇതൊക്കെ LGSന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആറ്റത്തിന്റെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് അല്ലെ. ഇലക്ട്രോൺ ആണ് ജെ തോംസൺ കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺ. ഇനി എന്താണ് പ്ലം പുഡിംഗ് മാതൃക എന്ന് നോക്കാം. പ്ലം പുഡിംഗ് മാതൃകയെ വാട്ടർ മെലൺ മോഡൽ എന്നും പറയും. വാട്ടർ മെലൺ മോഡൽ എന്നും പറയും. തണ്ണിമത്തൻ മാതൃക അല്ലെ. വാട്ടർ മെലൺ മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്നും ജെ തോംസന്റെ ആറ്റം മാതൃകയെ പറയും. അപ്പൊ പ്ലം പുഡിംഗ്, ഈ ഒരു ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ പുഡിങ്ങിന്റെ അകത്ത് പുഡിങ്ങിനെ ടോട്ടൽ, ഈ ഒരു കേക്കിനെ ടോട്ടൽ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കാണുക. അതിനകത്തുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അതിനകത്തുള്ള ആ ഒരു റേസിൻസ് എന്ന് പറയാം. ഉണക്കമുന്തിരികൾ നെഗറ്റീവ്ലി ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണെന്ന് വെക്കുക. അതാണ് ഈ ഒരു ജെ തോംസന്റെ ആറ്റം മോഡൽ. ജെ തോംസൺ പറഞ്ഞത് ആറ്റത്തെ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കണ്ടാൽ അതിനകത്ത് നെഗറ്റീവ്ലി ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഈ പ്ലം പുഡിങ്ങിൽ, ഈ ഒരു കേക്കിൽ ഉണക്കമുന്തിരികൾ വിതറിയതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആ ഒരു ആറ്റത്തിൽ വിതറിക്കിടക്കുന്നു എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. അപ്പോ തണ്ണിമത്തനുമായിട്ടും അദ്ദേഹം കമ്പയർ ചെയ്തു. തണ്ണിമത്തൻ എടുത്താൽ തണ്ണിമത്തന്റെ അകത്ത് കുറെ ബ്ലാക്ക് സീഡ്സ് ഉണ്ട്, അതിനെ ഇലക്ട്രോൺസ് ആയിട്ട് കണ്ടു. തണ്ണിമത്തനെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടും കണ്ടു. അപ്പൊ അതായിരുന്നു ജെ തോംസന്റെ ആറ്റം മോഡൽ. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റം നമുക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ നിർവീര്യമായി പോകും. ഈക്വൽ പോസിറ്റീവും ഈക്വൽ നെഗറ്റീവും ചാർജസ് ആണെങ്കിൽ അത് നിർവീര്യമായി പോകും. അപ്പൊ അതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. പിന്നീട് പിന്തള്ളപ്പെട്ടു. അപ്പോൾ ആറ്റത്തിലെ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ
ഇത് മൂന്നുമാണ് സബ് അറ്റോമിക കണങ്ങൾ എന്ന് പറയുന്നത്. സബ് അറ്റോമിക കണങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് സബ് അറ്റോമിക കണങ്ങൾ. ഓക്കെ, ഇലക്ട്രോൺ കാണുന്നത് ആറ്റത്തിന് പുറത്ത് ഷെല്ലുകളിലായിട്ടാണ്. ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺ കാണുന്നത് ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കാണും. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്ത് കാണും. ഇപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂക്ലിയസ്. 0 ആണ് ചാർജ്. ചാർജ് ഇല്ല ന്യൂട്രോണിന്. ന്യൂക്ലിയസിനല്ല, ന്യൂട്രോണിന് ചാർജ് ഇല്ല. കാരണം 0 ആണ് ചാർജ്. ഇനി ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പ്രോട്ടോണും ന്യൂട്രോണും കൂടെയാണ് ന്യൂക്ലിയസിൽ കാണുന്നത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് 0 ചാർജ് ആണ് അല്ലെ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോണിന്റെ ചാർജ് ആണ് ന്യൂക്ലിയസിന് ഉണ്ടാവുക. അപ്പൊ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺസ് കാണുന്നത്. ഇലക്ട്രോൺസ്. ഇതാണ് ആറ്റത്തിന്റെ മാതൃക. ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ്. പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴിയാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴിയാണ് ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഇനി പോസിട്രോൺ എന്ന് പറയുന്ന ഒരു കണമുണ്ട്. പോസിട്രോൺ എന്ന് വെച്ചാൽ ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് പോസിട്രോൺ. ഇലക്ട്രോൺസിന്റെ സെയിം മാസ് ഉള്ള ഒരു കണം, അതിന് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഇലക്ട്രോണിന്റെ സെയിം മാസ് ഉള്ളതിന് പോസിറ്റീവ് ചാർജ് വന്നാൽ അതാണ് പോസിട്രോൺ. കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടുപിടിച്ചത്. കാൾ ആൻഡേഴ്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ആറ്റം മാതൃകകൾ നമ്മൾക്ക് പഠിക്കണം. അതിൽ പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ വാട്ടർ മെലൺ മാതൃക, റൈസിൻ പുഡിംഗ് മാതൃക എന്നൊക്കെ പറയുന്ന മാതൃക കൊണ്ടുവന്നത് ജെ തോംസൺ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ എന്നും പറയും. ന്യൂക്ലിയർ മോഡലും സൗരയൂഥ മാതൃകയും സെയിം ആണ്. ഈ മോഡൽ കൊണ്ടുവന്നത് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴി കൊണ്ടുവന്നതാണ്. ഇനി ആറ്റത്തിന്റെ വേവ് മെക്കാനിക്കൽ മാതൃക കൊണ്ടുവന്നത് ഇർവിൻ ഷ്രോഡിഞ്ചർ ആണ്. അനിശ്ചിതത്വ സിദ്ധാന്തം, ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം കൊണ്ടുവന്നത് ഹെയ്സൻബർഗ് എന്ന സയന്റിസ്റ്റ് ആണ്. ഹെയ്സൻബർഗ്. അപ്പൊ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർ മെലൺ മാതൃക ജെ തോംസൺ, സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ കൊണ്ടുവന്നത് റുദർഫോർഡ് ആണ്. വേവ് മെക്കാനിക്കൽ മാതൃക ഇർവിൻ ഷ്രോഡിഞ്ചർ, അനിശ്ചിതത്വ സിദ്ധാന്തം കൊണ്ടുവന്നത് ഹെയ്സൻബർഗ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ മാതൃകയൊക്കെ എന്താണെന്ന് നോക്കണം. അതിനു മുന്നേ ഒരു റേഡിയോ ആക്ടിവത എന്താണെന്ന് നോക്കാം. റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ആര് എന്ന ക്വസ്റ്റ്യൻ LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. LGSന്റെ PYQ ആണ്. റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹെൻറി ബെക്കുറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. ഹെൻറി ബെക്കുറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. എന്താണ് റേഡിയോ ആക്ടിവത? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കുറൽ ആണ് ഇത് കണ്ടുപിടിച്ചത്. 1896 ഹെൻറി ബെക്കുറൽ കണ്ടുപിടിച്ചു. യുറേനിയം, തോറിയം മുതലായ തുടങ്ങിയ ചില മൂലകങ്ങൾ ഒരു പ്രത്യേക റേഡിയോ ആക്ടിവിറ്റി പുറത്തേക്ക് വിടും. ചില പ്രത്യേക വികിരണങ്ങൾ പുറത്തേക്ക് വിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവത. അപ്പൊ ഈ വികിരണങ്ങൾ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ആൽഫ കിരണങ്ങളാവാം. പുറത്തേക്ക് വിടുന്ന വികിരണങ്ങൾ ആൽഫ കിരണങ്ങളാവാം. ഇങ്ങനെയാണ് ആൽഫനെ റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ബീറ്റ കിരണങ്ങളാവാം. ബീറ്റ കിരണങ്ങളാവാം. അല്ലെങ്കിൽ ഗാമ കിരണങ്ങളാവാം. അപ്പൊ ആൽഫ കിരണങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് ആണ്, മാസും ഉണ്ടായിരിക്കും. ആൽഫ കിരണങ്ങൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ബീറ്റ കിരണങ്ങൾ നെഗറ്റീവ് ചാർജ് ഉള്ളവയായിരിക്കും. ഇലക്ട്രോൺസ് ഒക്കെ ആവാം ബീറ്റ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഒക്കെ. ഗാമ കിരണങ്ങളാണെങ്കിൽ ചാർജും മാസും ഇല്ലാത്തവരാണ് ഗാമ കിരണങ്ങൾ. അപ്പോ ചാർജും ഇല്ല, മാസും ഇല്ല. ആൽഫ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെയാണ് ഗാമ കിരണങ്ങളിൽ വരുന്നത്, വൈദ്യുത കാന്തിക തരംഗങ്ങളൊക്കെ.
അപ്പൊ ആൽഫ കിരണങ്ങൾ പറയുമ്പോൾ പോസിറ്റീവ് ചാർജും മാസും ഉള്ളവയാണ് ആൽഫ കിരണങ്ങൾ. നോർമലി ഹീലിയം 2+ ന്യൂക്ലിയസ് എന്ന് പറയും. He2+ ന്യൂക്ലിയസ് ആണ് ആൽഫ കിരണങ്ങളായിട്ട് നോർമലി പറയാറ്. He2+ ന്യൂക്ലിയസ്, കാരണം ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, 2. അപ്പൊ ഹീലിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാ ഹീലിയത്തിൽ? 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഈ ഇലക്ട്രോൺസ് 2 വിട്ടുകൊടുത്താൽ അവിടെ 2 പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ആ ഹീലിയം ആറ്റത്തിലുള്ള 2 ഇലക്ട്രോൺസും വിട്ടുകൊടുത്താൽ അവിടെ പോസിറ്റീവ് ചാർജ് ആയ ആറ്റം ആയിട്ടാണ് മാറുക. അപ്പൊ He2+ ആയിട്ട് മാറും, ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പൊ ആൽഫ, ബീറ്റ, ഗാമ എന്നിങ്ങനെയാണ് റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? കാൽഷ്യം, കാഡ്മിയം, പൊട്ടാസ്യം, സോഡിയം. ഏതായിരുന്നു? കാൽഷ്യം Ca ആണ്, കാഡ്മിയം Cd ആണ്, പൊട്ടാസ്യം K ആണ്, സോഡിയം Na ആണ്. ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. പൊട്ടാസ്യം ആണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്, പൊട്ടാസ്യം ആണ്, പൊട്ടാസ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയിലേക്ക് പോവാം. ഒന്നാമത്തെ മാതൃക ഏതായിരുന്നു? ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ആണ്, അല്ലെങ്കിൽ വാട്ടർ മെലൺ മാതൃകയാണ് ഒന്നാമത്തെ മാതൃക. ഇനി അടുത്ത മാതൃക ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ റുദർഫോർഡ് മാതൃക, തോംസൺ മാതൃക, ഡാൾട്ടൺ മാതൃക, ബോർ മാതൃക. ഏതായിരുന്നു സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക കൊണ്ടുവന്നത്. അപ്പൊ റുദർഫോർഡ് മാതൃകയാണ് സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്ന മാതൃക. അപ്പൊ ഇതാണ് സൗരയൂഥ മാതൃക. അല്ലെങ്കിൽ റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്താണെന്ന് നോക്കാം. ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഈ ഒരു ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴിയാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തിയത്. അപ്പൊ എന്താണ് ഇവിടെ He2+ ന്യൂക്ലിയസ് ഉണ്ട്. He2+ എന്ന് വെച്ചാൽ ആൽഫ പാർട്ടിക്കിൾസ് ഈ ഒരു സോഴ്സിൽ നിന്നും, ഇവിടെ ആൽഫ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്ന ഒരു സോഴ്സ് ആണ്, അവിടെ നിന്നും സോഴ്സിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരും. ഇതാണ് ആൽഫ പാർട്ടിക്കിൾസ്. അപ്പൊ ഗോൾഡ് ഫോയിലിലൂടെ, ഇതാണ് ഗോൾഡ് ഫോയിൽ, ഈ ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോകുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടത്തിയ പരീക്ഷണങ്ങളാണ് അല്ലെ. റുദർഫോർഡ് ആറ്റം മാതൃകയുടെ പോസ്റ്റ്ലേസ് ആണ് നമ്മൾ നോക്കുന്നതിന്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്ര ഭാഗം ഉണ്ട് എന്നാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. അപ്പൊ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് ഓഫ് ആറ്റം കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലുപ്പം വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തുള്ള ന്യൂക്ലിയസിന്റെ വലുപ്പം വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ പ്രോട്ടോൺ ആണ്. അതേപോലെ മാസ് എന്ന് പറയുമ്പോൾ ന്യൂട്രോണും പ്രോട്ടോണുമാണ് മാസ് കൂടുതൽ. അപ്പൊ ഈ ന്യൂട്രോണും പ്രോട്ടോണും കൂടെ കേന്ദ്രീകരിച്ച് കാണുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ അകത്താണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജായ പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ അകത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അതേപോലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കാണുന്നത് ന്യൂക്ലിയസിനകത്താണ്. ഇപ്പൊ ചാർജ് ഇല്ലാത്ത കണവും ചാർജ് കണവും കൂടെ കൂടുമ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ചാർജ് ഉള്ള പോസിറ്റീവ് പ്രോട്ടോൺ അവിടെ ഉള്ളത് കൊണ്ട് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഇനി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു. ഈ മാതൃക അറിയപ്പെടുന്നത് സൗരയൂഥ മാതൃക എന്നാണ്. അപ്പൊ റുദർഫോർഡിന്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് സൗരയൂഥ മാതൃക എന്നാണ്. നോക്കിയേ, സൗരയൂഥത്തിന് കേന്ദ്രത്തിൽ ഒരു സൂര്യൻ ഉണ്ട്, അതിന് ചുറ്റിയാണ് ഗ്രഹങ്ങൾ വലയം വെക്കുന്നത്. അതേപോലെയാണ് ആറ്റത്തിന്റെ സെന്ററിലെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് വലയം വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആറ്റം മാതൃക സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയർ മോഡൽ എന്നറിയപ്പെടുന്ന ആറ്റം മോഡൽ ആവിഷ്കരിച്ചത് ആര്? ന്യൂക്ലിയർ മോഡൽ എന്ന് വെച്ചാൽ ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ്. ഓപ്ഷൻ സി, ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ആൻസർ. അപ്പോ ഈ ഒരു ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മാതൃക ന്യൂക്ലിയർ മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നുണ്ട്, പ്ലാനറ്ററി മോഡൽ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കേന്ദ്രത്തെ റുദർഫോർഡ് വിളിച്ച പേരെന്താണ്?
പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജ് ഉള്ള കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ന്യൂക്ലിയസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴിയാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. അതും ഈ ഒരു പരീക്ഷണം വഴി അവതരിപ്പിച്ചതാണ്. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഏണസ്റ്റ് റുദർഫോർഡിനെ കുറിച്ച് പുതിയൊരു പോയിന്റ് ഓർത്തു വെക്കുക. അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവ് എന്നാണ് ഏണസ്റ്റ് റുദർഫോർഡ് അറിയപ്പെടുന്നത്. അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കറക്റ്റ് ആൻസർ. ഇത് PYQ ആണ്, LGS എക്സാമിന് ചോദിച്ചിട്ടുള്ള PYQ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1932 ന്യൂട്രോൺ കണ്ടെത്തിയത് ആര് എന്നാണ്? റുദർഫോർഡ്, ജെയിംസ് ചാഡ്വിക്, നീൽസ് ബോർ, JJ തോംസൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജെയിംസ് ചാഡ്വിക് ആണ് 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല. അപ്പൊ ന്യൂട്രോണിന് ചാർജ് ഇല്ല അല്ലെ? ചാർജ് ഇല്ലാത്ത ആറ്റത്തിലെ കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കാണുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ന്യൂട്രോൺ ന്യൂക്ലിയസിലാണ് കാണുന്നത്. 1932 ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയസിൽ കാണുന്നു. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന കണികകൾ ഏവ? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള കണികകൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ഇലക്ട്രോണും, ഇലക്ട്രോണും ന്യൂട്രോണും, പ്രോട്ടോണും ന്യൂട്രോണും, പ്രോട്ടോൺ മാത്രം. ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിട്ടുള്ള കണികകൾ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0 ആണ് ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനോഡ് കിരണങ്ങളുടെ പരീക്ഷണത്തിലൂടെ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ തിരിച്ചറിഞ്ഞത് ആര്? ഇപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഒരു ആറ്റത്തിൽ ആദ്യമായിട്ട് പോസിറ്റീവ് ചാർജ് കണങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഗോൾഡ്സ്റ്റെയിൻ ആണ്. യൂഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറയും, ഈ ഗോൾഡ്സ്റ്റെയിൻ എന്നൊക്കെ പറയും. ഗോൾഡ്സ്റ്റെയിൻ ആണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ തിരിച്ചറിഞ്ഞത്. പിന്നീടാണ് അത് പ്രോട്ടോൺസ് ആണെന്നും ഒരു സബ് അറ്റോമിക് കണമാണെന്നും ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞത്. അപ്പൊ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ യൂഗൻ ഗോൾഡ്സ്റ്റെയിൻ ആണ്. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പൊ 2 പോയിന്റ് ഒന്ന് ഓർത്തു വെക്കണം. പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ആറ്റത്തിൽ തിരിച്ചറിഞ്ഞത് യൂഗൻ ഗോൾഡ്സ്റ്റെയിനും, പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, ഈ ഒരു പോസിറ്റീവ് ചാർജ് സബ് അറ്റോമിക് കണമാണെന്നും അതിന് പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആരാണ്? അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ സബ് അറ്റോമിക് കണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ പ്രതീകങ്ങൾ ഇലക്ട്രോണിനെ E എന്ന് റെപ്രസെന്റ് ചെയ്യും, പ്രോട്ടോൺ P ആണ്, ന്യൂട്രോൺ N ആണ്. ഇപ്പൊ ചാർജസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് 0 ആണ്, ചാർജ് ഇല്ല. അതേപോലെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ നോക്കിയേ, ഇലക്ട്രോൺ JJ തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് എന്നിവരാണ് കണ്ടുപിടിച്ചത്. ഇനി യഥാർത്ഥ ചാർജ് വരുന്നത്, ഈ 2 ചാർജ് പഠിച്ചിരിക്കണം. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് 1.6022 into 10⁻⁻19 ആണ്. ഇനി പ്രോട്ടോണിന്റെ ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് 1.6022 into 10⁻⁻19. അപ്പൊ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണ് അല്ലെ? ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ചാർജിലാണ് ഡിഫറെന്റ്. അതിലെ മാഗ്നിറ്റ്യൂഡ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടിനും സെയിം ആണ്. അപ്പൊ ചാർജ് ഇലക്ട്രോണിനും പ്രോട്ടോണിനും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. പക്ഷെ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ് ആണ്. ഇനി ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0 ആണ്. ഇനി മാസ്, ഇലക്ട്രോണിന്റെ മാസ് പഠിച്ചിരിക്കണം. 9.1 into 10⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ്. 9.1 into 10⁻31. ഇനി പ്രോട്ടോണിന്റെ മാസ് 1.6726 into 10⁻27 ആണ്. ന്യൂട്രോണിന്റെ മാസ് 1.675 into 10⁻27. അപ്പൊ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് സെയിം. ലാസ്റ്റ് സംഖ്യ നോക്കിയാൽ അറിയാം, 10⁻⁻27 ആണ് വരുന്നത്. ഇത് രണ്ടും സെയിം ആണ് അല്ലെ? അപ്പൊ 10 ഏകദേശം സെയിം ആണ് ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് എന്ന് പറയുന്നത്. അവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ന്യൂട്രോണിന് 1.675 പ്രോട്ടോണിന് 1.6726 ആണ്. അപ്പൊ ഏത് മാസ് ആയിരിക്കും കൂടുതൽ?
പ്രോട്ടോണിനാണോ ന്യൂട്രോണിനാണോ മാസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ന്യൂട്രോണിനാണ്. 675 വരുന്നതിനാണ് കൂടുതൽ. 2 പകരം 5 ആണ് അല്ലെ, അതുകൊണ്ട് ന്യൂട്രോണിനാണ് കൂടുതൽ. പ്രോട്ടോണിന്റെ മാസ് 672 ആണ് ഫസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ന്യൂട്രോണിനേക്കാളും മാസ് കുറവാണ്, വളരെ ചെറിയ വ്യത്യാസമാണ് പ്രോട്ടോണിനുള്ളത്. ഇനി ഇലക്ട്രോൺ 10⁻31 ആണ്. ഇലക്ട്രോണിനാണ് ഏറ്റവും മാസ് കുറവ്. അപ്പോൾ 0 പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 27 0 വന്നാലാണോ, പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 31 0 വന്നാലാണോ വലിയ സംഖ്യ? 27 0 ആണല്ലേ വലിയ സംഖ്യ. അതുകൊണ്ട് പ്രോട്ടോണിന് 31 0 ഉണ്ട് പോയിന്റിന് ശേഷം. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രോണിന് അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനേക്കാളും ചെറുതാണ്. അപ്പൊ മാസ് ഓഫ് ഇലക്ട്രോൺ ലെസ് ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ ലെസ് ദാൻ മാസ് ഓഫ് ന്യൂട്രോൺ ആണ് വരിക. അപ്പൊ ന്യൂട്രോണിന്റെ മാസ് ആണ് കൂടുതൽ, അതിലും കുറവാണ് പ്രോട്ടോണിന്റെ മാസ്, അതിലും കുറവാണ് ഇലക്ട്രോണിന്റെ മാസ്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, മാസും പഠിച്ചു വെക്കുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഇലക്ട്രോണിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ, E/m റേഷ്യോ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ജെ തോംസൺ ആണ്. E/m റേഷ്യോ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ചാർജും മാസും, ഒരു ഇലക്ട്രോണിന്റെ ചാർജും മാസും തമ്മിലുള്ള ഡിഫറൻസ്, ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. E/m റേഷ്യോ, ചാർജ് ബൈ മാസ് റേഷ്യോ എന്നാണ് പറയാ. ചാർജ് ആണ് ബൈ മാസ്, ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അതിനുശേഷം ജോർജ് മുള്ളിക്കൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ചാർജും മാസും സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഇലക്ട്രോണിന്റെ ചാർജും മാസും സെപ്പറേറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് മുള്ളിക്കൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ്, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ആറ്റം മോഡലിലേക്ക് പോവാം. അപ്പൊ നീൽസ് ബോർ ആറ്റം മോഡലാണ് അടുത്ത മോഡൽ. ആറ്റത്തിന്റെ നെക്സ്റ്റ് റുദർഫോർഡ് ആറ്റം മോഡൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നീൽസ് ബോർ ആറ്റം മോഡലാണ്. 1913 നീൽസ് ബോർ കൊണ്ടുവന്ന മാതൃകയാണ് നീൽസ് ബോർ മാതൃക. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകൾ ഉണ്ട് അല്ലെ, അതിനു ചുറ്റും ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. ഓരോ ഓർബിറ്റലിനും നിശ്ചിതമായിട്ടുള്ള ഒരു ഊർജമുണ്ടെന്നാണ് നെക്സ്റ്റ് പോയിന്റ്. ഇതിനാൽ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്ന് പറയുന്നു. അപ്പൊ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഓർബിറ്റുകളിലായിട്ടാണ് ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിര ഊർജ നിലകൾ എന്നറിയപ്പെടുന്നു. ഓർബിറ്റുകൾ അറിയപ്പെടുന്നത് എന്താണ്? സ്ഥിര ഊർജ നിലകൾ എന്നാണ്. സ്ഥിര ഊർജ നിലകൾ, സ്റ്റേബിൾ ആണ് ഓർബിറ്റ്സ്, അതിന്റെ ഊർജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ആ ഒരു ഊർജ നിലകൾക്കൊക്കെ ഒരേ ഊർജമായിരിക്കും. ആ ഷെല്ലുകൾ, ഈ ഓർബിറ്റ്സുകൾക്കൊക്കെ ഒരേ ഊർജമായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നു. അപ്പൊ ഈ ഒരു ഇമേജ് നോക്കിയാൽ അറിയാം, പോസിറ്റീവ് ചാർജ് ഉള്ള സെന്ററിലുള്ള പോർഷൻ ആണ് ന്യൂക്ലിയസ്. അപ്പൊ ഫസ്റ്റ് ഷെൽ K ആണ്, രണ്ടാമത്തെ ഷെല്ല് L ആണ്, മൂന്നാമത്തെ ഷെൽ M ആണ്, നാലാമത്തെ ഷെല്ലാണ് N ഷെൽ. അപ്പൊ ഈ ഷെല്ലുകളെ വെച്ച് നോക്കുന്ന സമയത്ത്, ഈ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെല്ലുകളെ വെച്ച് നോക്കുമ്പോൾ ഊർജം കൂടുതൽ ആർക്കായിരിക്കും? ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷെല്ലിനായിരിക്കും ഊർജം കൂടുതൽ. N ഷെല്ലിനാണ് ഊർജം കൂടുതൽ. ഇനി ഊർജം ഏറ്റവും കുറവ് ഒന്നാമത്തെ ഷെല്ല്, ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ലായ K ഷെല്ലിനായിരിക്കും ഊർജം കുറവ്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടിക്കൂടി വരും. നെക്സ്റ്റ് പോയിന്റ്, ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ ഇവിടെ ഓർത്താൽ മതി, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഊർജം കൂടിക്കൂടി വരികയാണ് ചെയ്യാം. അപ്പൊ Nൽ നിന്നും Lലേക്ക് ഒരു ഇലക്ട്രോൺ പാസ് ചെയ്യാണ്. ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ Nലേക്ക് വരികയാണ്, Nലേക്ക് ജമ്പ് ചെയ്യാണ്. ആ സമയത്ത് ഊർജം കൂടിയ നിലയിൽ നിന്നും കുറഞ്ഞ നിലയിലേക്കാണല്ലേ ജമ്പ് ചെയ്യുന്നത്.
എന്നിൽ നിന്നും എല്ലിലേക്ക് എന്ന് പറയുമ്പോൾ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്. അപ്പൊ അവിടെ ഇലക്ട്രോൺസിന്റെ ഊർജം ഊർജം എന്താണ് ചെയ്യേണ്ടത്? കൂടിയ നിലയിൽ കൂടുതൽ ഊർജം ഉണ്ടാവും. ആ കൂടുതൽ ഊർജം പുറത്തേക്ക് വിടണം അല്ലെ? അപ്പൊ ഊർജം കൂടിയ നിലയിൽ നിന്നും കുറഞ്ഞ നിലയിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യും, ജമ്പ് ചെയ്യുന്ന സമയത്ത് ഊർജം പുറത്തേക്ക് വിടും. ഇനി കുറഞ്ഞ ഊർജ നിലയായ കെയിൽ നിന്നും കൂടിയ ഊർജ നിലയായ എമ്മിലേക്കോ അല്ലെങ്കിൽ എന്നിലേക്കോ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഊർജം സ്വീകരിക്കണം. കൂടുതൽ ഊർജം കൂടിയ നിലകളിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് ഊർജം സ്വീകരിക്കണം. ആ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഊർജം കൂടി വരുമെന്ന് ഓർത്തു വെച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു ബോർ ആറ്റം മോഡലിന്റെ അടുത്തൊരു പോസ്റ്റ്ലേറ്റ് ആണ്. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഇത് ലാസ്റ്റ് പോയിന്റ് ആണ്. 1, 2, 3, 4 എന്നിങ്ങനെ നമുക്ക് സംഖ്യകൾ നൽകി സൂചിപ്പിക്കാം. ഓക്കെ, ഇത്രയാണ് ബോർ ആറ്റം മോഡലിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. അത് ശരിയാണ്. ആ ഒരു ഓപ്ഷൻ ശരിയാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് പറയും. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, അതുകൊണ്ട് ഊർജ നിലകൾ എന്ന് പറയും. അതും ശരിയാണ്. ഇനി ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതും ശരിയാണ്. ഓരോ ഷെല്ലുകൾക്കും നിശ്ചിതമായിട്ടുള്ള ഊർജമുണ്ട്. അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇനി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞു വരും. അതാണല്ലേ തെറ്റ്. അകലം കൂടുമ്പോൾ ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഡി ആണ്. ഇനി ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് പഠിക്കണം. പീരിയോഡിക് ടേബിൾ എടുത്താൽ അറ്റോമിക് നമ്പർ 1 ആയ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺസിനെ ഓരോ ഊർജ നിലകളിലും ക്രമീകരിച്ചിരുത്തിയിരിക്കുന്നതിനാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓരോ ഊർജ നിലകളിലും ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് സ്ഥിതി ചെയ്യുന്നതിന് ഒരളവുണ്ട്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് മാക്സിമം സ്ഥിതി ചെയ്യാൻ പറ്റുന്ന ഒരു അളവുണ്ട്. ഓരോ ഷെല്ലിനും ഓരോ നമ്പർ ഉണ്ട്. അത് നോക്കാം. 2n² എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2n². അപ്പോൾ n എന്ന് പറയുന്നത് n = 1, 2, 3 ഇങ്ങനെ ഓരോ ഷെല്ലുകളാവാം. ഷെല്ലുകൾക്ക് നമ്പർ കൊടുത്താണ് 1, 2, 3, 4. അപ്പൊ k ഷെല്ലാണെങ്കിൽ n = 1 ആയിരിക്കും അല്ലെ? k ഷെൽ n = 1 ആണ്. അപ്പൊ 2 × 1² എന്ന് പറയുമ്പോൾ 2 തന്നെ വരും. അപ്പൊ k ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 2 ഇലക്ട്രോൺസ് മാത്രമേ k ഷെല്ലിൽ ഉൾക്കൊള്ളുന്നുള്ളൂ. എനിക്ക് l ഷെല്ലാണെങ്കിലോ n = 2 ആണ്. അപ്പൊ 2 × 2² എന്ന് പറയുമ്പോൾ 2 × 2² 4 × 8 2 വരും. 2 × 4 എന്ന് പറയുമ്പോൾ 8 ആണ് അല്ലെ? അപ്പോൾ 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ്. ഇനി അടുത്തത് m ഷെല്ലാണെങ്കിൽ n = 3 വരും. നമ്പർ 3 ആണ് m ഷെല്ലിന്. അപ്പൊ 2 × 3² എന്ന് പറയുമ്പോൾ 3² 9 ആണ്. അപ്പൊ 2 × 9 = 18. m ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 18 ആണ്. ഇനി n ഷെല്ലിനാണെങ്കിലോ n = 4 ആണ്. അപ്പൊ n പകരം 4 കൊടുക്കണം. 2 × 4² = 2 × 16 വരും, = 32 ആണ് വരിക. n ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 32 ആണ്. 32 ഇലക്ട്രോൺസിനെ കൊള്ളും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം പറയാം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുന്നത്. അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ കാണും. അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം 1 ആണ് വരിക. k ഷെല്ലിൽ k, l, m, n ഇങ്ങനെയാണ് ഷെല്ലുകൾ ഉള്ളത്. ഇനി ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ k ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരും അല്ലെ? 2 ഇലക്ട്രോൺ ആണ് മാക്സിമം k ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. ഇനി ലിഥിയം, മൂന്നാമത്തെ എലമെന്റ് ആണ് ലിഥിയം. അറ്റോമിക് നമ്പർ 3 ആണ് വരുന്നത്. അപ്പൊ 2 ആണ് k ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു ഇലക്ട്രോൺ എവിടത്തേക്ക് പോകും? എല്ലിലേക്ക് പോകും. അപ്പൊ 2, 1 എന്ന് വരും. ഫോർത്ത് എലമെന്റ് ബെർലിയം 4 ആണ്. അപ്പൊ 2, 2 എന്ന് വരും. രണ്ടാമത്തെ 2 ഇലക്ട്രോൺ k ഷെല്ലിലും ബാക്കി വരുന്ന 2 ഇലക്ട്രോൺ എല്ലിലേക്കും പോകും. ഇനി നിയോൺ ആണെങ്കിലോ നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ് വരുന്നത്. 10 ആണെങ്കിൽ 2, 8 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക.
2 ഇലക്ട്രോൺ കെയിലും ഫില്ലായി. എല്ലിലുള്ള മാക്സിമം ഇലക്ട്രോൺ ആയ നിയോണിന് എല്ലിലെ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺ 8 ആണ്. അത് 8 ഇവിടെ ഫില്ലായി. സെക്കൻഡ് ഷെല്ലിലും ഫുൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി നെക്സ്റ്റ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇപ്പൊ 281 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. എല്ലിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന 8 ഇലക്ട്രോൺ ഫില്ലായി കഴിഞ്ഞാൽ 11ാമത്തെ ഇലക്ട്രോൺ എവിടെ പോകും? എമ്മിലേക്ക് പോകും. അപ്പൊ 281 ആണ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത്. ഇനി പൊട്ടാസ്യത്തിന്റെ ഒന്ന് ഓർത്തു വെക്കുക. പൊട്ടാസ്യം 19 ആണ് 19 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 2881 എന്നാണ് വരിക. അത് ഈ ആറ്റത്തിന്റെ ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ സബ് ഷെൽസ് കാണുന്നുണ്ട്. ആ ഒരു സബ് ഷെൽസ് വെച്ചിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് ഈ പറയുന്നത്. അപ്പോൾ 2881 പൊട്ടാസ്യം. കാൽഷ്യം ആണെങ്കിൽ 20 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 2882 എന്ന് വരും. ഈ പൊട്ടാസ്യം കാൽഷ്യവും എന്തുകൊണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് നെക്സ്റ്റ് ഇലക്ട്രോൺ 8 കംപ്ലീറ്റ് ആയതിനു ശേഷം എന്നിലേക്ക് പോയി എന്ന ഡൗട്ട് ഉണ്ടാവും. അത് കുറച്ചുകൂടെ ഹൈ ലെവൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പറയേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യം ഓർത്തു വെക്കുക. 1 മുതൽ 20 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. അറ്റോമിക് നമ്പർ വെച്ചിട്ട് ഓരോ എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? 281 ആണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ 281 എന്തിനായിരുന്നു? 11 ഇലക്ട്രോൺസ് ടോട്ടൽ ഉണ്ടല്ലേ. സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആകെ ഷെല്ലുകൾ KLM 3 ഷെല്ലുകളാണ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. KLM ഇങ്ങനെ 3 ഷെല്ലുകളാണ് ഈ ഒരു 281 എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ കാണുന്നത്. ഇനി ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അറ്റോമിക് നമ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണത്തെയാണ് പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണം. ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിന്റെ എണ്ണമാവാം, അല്ലെങ്കിൽ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാവാം. ഈ രണ്ടെണ്ണവും സെയിം ആണ്. ന്യൂട്രൽ ആറ്റത്തിന്റെ കേസിൽ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും സെയിം ആണ്. അപ്പൊ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെ എണ്ണം സെയിം തന്നെയായിരിക്കും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും. പ്രോട്ടോൺ ഇലക്ട്രോൺ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ പ്രോട്ടോൺ എത്ര ഉണ്ടോ ന്യൂക്ലിയസിന്റെ അകത്ത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയായിരിക്കും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റലിലും കാണുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആറ്റം നിർവീര്യമാണ് അല്ലെ, ന്യൂട്രൽ ആണ് ആറ്റം. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചുറ്റുമുണ്ടെങ്കിൽ ആ പോസിറ്റീവും നെഗറ്റീവും ചാർജും കൂടെ ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ടാണ് ആറ്റം നിർവീര്യമായിട്ട് മാറുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ പ്രോട്ടോൺ ഇപ്പോ 10 എണ്ണം ഉണ്ട് നോക്കെ ന്യൂക്ലിയസിൽ, 10 ഇലക്ട്രോൺസും ഉണ്ട്. 10 നിയോണിന്റെ അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ നിയോണിന്റെ ന്യൂക്ലിയസിൽ 10 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസും 10 എണ്ണം ഉണ്ടാവും. അപ്പൊ ആ 10ഉം 10ഉം കൂടെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ആറ്റം നിർവീര്യമാണ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണത്തെയാണ്, ഇലക്ട്രോണുകളുടെയോ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം, അതിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയാം. അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്. Z ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് തീരുമാനിക്കുന്ന അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോൺസിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. ഇലക്ട്രോൺസ് ആണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺസ് ആണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരാറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് നോക്കാൻ വ്യത്യാസം വരാത്ത പ്രോട്ടോണിന്റെ എണ്ണമാണ് നമ്മൾ സാധാരണയായിട്ട് കാണുക. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ ആകെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഒന്നുകിൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത് രണ്ടും പറയാം. പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. അതാണ് അറ്റോമിക് നമ്പർ Z. ഇങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക അറിയപ്പെടുന്നത് ഏത് പേരിൽ? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ തുക അറിയപ്പെടുന്നത് മാസ് നമ്പർ എന്നാണ്. മാസ് നമ്പർ പ്രോട്ടോണും ന്യൂട്രോണും ആണ്. P+N ആണ്. അപ്പൊ P+N ഈക്വൽ ടു A. മാസ് നമ്പർ A എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. A. അപ്പൊ A ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. പ്രോട്ടോണും ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ രണ്ടും ന്യൂക്ലിയസിലാണ് കാണുന്നത്. അത് രണ്ടും കൂട്ടിയാൽ മാസ് നമ്പർ കിട്ടും. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ അപ്പൊ എന്ത് ചെയ്യണം? A - P ആണ്. മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോൺസിന്റെ എണ്ണം കുറച്ചാൽ ആ ആറ്റത്തിലെ ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അതേപോലെ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കാണാം?
മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണുകളുടെ എണ്ണം കുറക്കാം. ഈ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ തന്നെ ആയതുകൊണ്ട് മാസ് നമ്പർ എ മൈനസ് സെഡ് എന്നും പറയാം, അല്ലെങ്കിൽ സെഡ് മൈനസ് എൻ എന്നും നമുക്ക് പറയാം. മാസ് നമ്പറിനെ അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം, ന്യൂട്രോണിന്റെ എണ്ണത്തെ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്നും പറയാം. എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 11 മാസ് നമ്പർ 23 ആണെങ്കിൽ അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? അറ്റോമിക് നമ്പർ 11, Z ഈക്വൽ ടു 11, മാസ് നമ്പർ A ഈക്വൽ ടു 23 ആണെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണം N ഈക്വൽ ടു A മൈനസ് Z ആണല്ലോ. അപ്പൊ 23 മൈനസ് 11 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ വരുന്നത്? 12 വരും. 12 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. 23 11 കുറച്ചാൽ 12. ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 12 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പുകൾ എന്ന് വെച്ചാൽ? ഐസോടോപ്സും ഐസോബാർസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വ്യത്യസ്ത മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ മാസ് നമ്പർ ഡിഫറെന്റ് ആയ ഒരേ അറ്റോമിക നമ്പർ ആണെങ്കിൽ ഒരേ മൂലകമായിരിക്കും അല്ലെ. അറ്റോമിക നമ്പർ സെയിം ആവണമെങ്കിൽ മൂലകം ഒന്ന് തന്നെയായിരിക്കും, സെയിം മൂലകമായിരിക്കും. അപ്പോൾ ഒരേ അറ്റോമിക മാസും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത് പറയുന്നത്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. നോക്കാം. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പൊ നമ്മളൊരു എലമെന്റ് ഹൈഡ്രജൻ എടുത്താൽ, അല്ലെങ്കിൽ ഒരു Z എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഓക്കെ, ഒരു ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ബി ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് Z അറ്റോമിക നമ്പർ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ്. ഇനി മാസ് നമ്പർ രേഖപ്പെടുത്തുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് A എന്നാണ് മാസ് നമ്പർ രേഖപ്പെടുത്താം. അപ്പോൾ ഒരു എലമെന്റ് എടുത്താൽ താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറും മുകളിലുള്ളത് മാസ് നമ്പറുമായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജനെ കാണിക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 വരുന്നുണ്ട്. അപ്പൊ മാസ് നമ്പർ 1, അറ്റോമിക് നമ്പറും 1. ഇനി മറ്റൊരു എലമെന്റ് ആണെങ്കിൽ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ് അല്ലെ. 17, മാസ് നമ്പർ 35.5 വരും. അപ്പൊ ഇങ്ങനെയാണ് ക്ലോറിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ രേഖപ്പെടുത്തുന്നത്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈ ഒരു രീതിയിൽ ഓരോ മൂലകത്തിനും മാസ് നമ്പർ മുകളിലും അറ്റോമിക് നമ്പർ താഴെയുമായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. ഇനി ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കിയ ഹൈഡ്രജൻ ഫസ്റ്റ് വൺ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇങ്ങനെയുള്ള 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്. പ്രോട്ടിയത്തിന്റെ കേസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഹൈഡ്രജന് 3നും 1 ആണ് അല്ലെ. താഴെയാണ് അറ്റോമിക് നമ്പർ രേഖപ്പെടുത്തുന്നത്, 3ന്റെയും അറ്റോമിക് നമ്പർ 1 ആണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുമ്പോൾ 3ന്റെയും മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടാണുള്ളത്. മാസ് നമ്പർ ഡിഫറെന്റും അറ്റോമിക് നമ്പർ സെയിമുമായ ആറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. H11 മാസ് നമ്പർ 1 ആണ് പ്രോട്ടിയത്തിന്റെ. ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ 2 ആണ്. ട്രിഷിയത്തിന്റെ മാസ് നമ്പർ 3 ആണ്. അപ്പൊ മാസ് നമ്പർ ഡിഫറെന്റും അറ്റോമിക് നമ്പർ സെയിമുമായ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ, ഹൈഡ്രജൻ ആണ് 3ഉം, അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ടാണ് ഹൈഡ്രജൻ. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ പ്രോട്ടിയത്തിലെ ന്യൂട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, 1 മൈനസ് 1 ഈക്വൽ ടു 0 അല്ലേ. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോൺസിന്റെ എണ്ണം എന്ത് വരും? 2 മൈനസ് 1 ഈക്വൽ ടു 1 വരും. ഇനി ട്രിഷിയത്തിലെ ന്യൂട്രോൺസിന്റെ എണ്ണം എന്ത് വരും? ട്രിഷിയം n ഈക്വൽ ടു 3 മൈനസ് 1 ഈക്വൽ ടു 2 വരും. അപ്പൊ ട്രിഷിയത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ട്രിഷിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം ഡിഫറെന്റ് വരുന്നുണ്ട് അല്ലെ. ഐസോടോപ്പുകളിൽ അറ്റോമിക നമ്പർ സെയിം ആണ്, ഒരേ മൂലകമാണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. അതേപോലെ ന്യൂട്രോണുകളുടെ എണ്ണവും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം ഡിഫറെന്റ് ആയ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് നമുക്ക് പറയാം. ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമായ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്നും പറയാം. ഇനി ഇവിടെ നോക്കിയേ, പ്രോട്ടിയം
എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ്. ഹൈഡ്രജന്റെ കോമൺലി ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ കാണുന്ന ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജൻ മാസ് നമ്പർ 1 എന്നാണ് നമ്മൾ പറയുക നോർമലി. അപ്പോൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയത്തിന്റെ ന്യൂട്രോണിന്റെ എണ്ണം 0 ആണ്. ഇങ്ങനെ ന്യൂട്രോണിന്റെ എണ്ണം 0 ആയ ഒരേ ഒരു മൂലകമാണ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഒരേ ഒരു ആറ്റമാണ് ഹൈഡ്രജൻ. ന്യൂട്രോണിന്റെ എണ്ണം 0 ആയ ഒരേ ഒരു ആറ്റം ഹൈഡ്രജൻ ആണ്. അത് ഓർത്തു വെക്കണം. മറ്റെല്ലാ മൂലകങ്ങൾക്കും ന്യൂട്രോൺസ് ഉണ്ട്, 0 അല്ല. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റം ഏതാ? ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റം ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രോട്ടീരിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഹൈഡ്രോണിയം. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രിഷ്യമാണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ട്രിഷ്യമാണ്. ഈ ട്രിഷ്യം തന്നെയാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ കാണുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. വളരെ കുറഞ്ഞ അളവിൽ കാണുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രിഷ്യമാണ്. കൂടിയ അളവിൽ കാണുന്ന ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ്. ഓക്കെ, ഇനി അടുത്തത് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. കാർബണിന്റെ ഐസോട്ടോപ്പുകൾ ഉണ്ട്. ഇപ്പൊ C612, C613, C614 ഇങ്ങനെയാണ് കാർബണിന്റെ ഐസോട്ടോപ്പുകൾ വരുന്നത്. മാസ് നമ്പർ 12, 13, 14 എന്നിങ്ങനെ വ്യത്യാസം വരും. അറ്റോമിക് നമ്പർ സെയിം, കാർബണിന്റെ ആണ്, 6 ആണ് വരുന്നത്. ഇങ്ങനെയുള്ള കാർബണിന്റെ ഈ ഏതൊരു ഐസോട്ടോപ്പാണ് റേഡിയോ ആക്റ്റീവ്, കാർബൺ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. C614 ആണ് ആൻസർ. C614. ഓക്കെ, ഇനി C612, C613, C614 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. C12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ്. സ്ഥിരതയുള്ളതും കൂടുതൽ കാണുന്നതും ഏതാണ്? C12നെയാണ്. ഫസ്റ്റ് വൺ കൂടുതൽ കാണുന്നത് C12 ആണ്. ഈ കാർബണിന്റെ ആകെ ഐസോട്ടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് C613. അപ്പൊ വളരെ കുറവാണ് C613. കാർബൺ 13 ഐസോട്ടോപ്പായ 13ന്റെ എണ്ണം വളരെ കുറവാണ്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ C613 കാർബൺ 13 എന്ന് പറയുന്ന മാസ് നമ്പർ 13 ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. നെക്സ്റ്റ് C14 കാർബൺ 14 എന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളിലും കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ്. ഇങ്ങനെ ഐസോട്ടോപ്പുകളെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏത്? അയഡിൻ 131, കാർബൺ 14, കൊബാൾട്ട് 60, സോഡിയം 24. കൊബാൾട്ട് 60 ആണ് വരുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. കൊബാൾട്ട് 60 ആണ്. 60 എന്ന് പറയുന്നത് മാസ് ആണ് കേട്ടോ, മാസ് നമ്പർ ആണ്. ഇനി അടുത്തത് കുറച്ചു ഐസോട്ടോപ്പുകളും ഉപയോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. അയഡിൻ 131 എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യുറേനിയം 235. കൊബാൾട്ട് 60 എന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. സോഡിയം 24 എന്നത് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോഡിയം 24. ഇനി അയേൺ 59 അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അയേണിൻ്റെ അനീമിയ നിർണ്ണയിക്കാനാണ്. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സ. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ യുറേനിയം യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത് യുറേനിയം 235 ആണ്. ഇനി അയഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്കും പഠനത്തിനുമായിട്ട് യൂസ് ചെയ്യുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിന്, അതേപോലെ ചികിത്സയ്ക്കും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ നമ്മൾ ഐസോടോപ്സിന്റെ കേസിൽ പഠിച്ചത് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ കുറിച്ചാണ്. ഇനി ഒരേ മാസ് നമ്പറും നേരെ തിരിച്ചു പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ, ഐസോട്ടോണുകൾ, ഐസോടോപ്പുകൾ, ഉപലോഹങ്ങൾ. ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. ഐസോബാറുകളാണ് വരിക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയേ. ആർഗൺ 18 അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 40 ആണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്, മാസ് നമ്പർ 40 ആണ്.
കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 മാസ് നമ്പർ 40. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും മാസ് നമ്പർ സെയിം ആണ്. മാസ് നമ്പർ സെയിമും താഴെയുള്ള അറ്റോമിക് നമ്പർ ഡിഫറെന്റുമായിട്ട് വരുന്ന വ്യത്യസ്ത മൂലങ്ങളാണ് അല്ലെ. അറ്റോമിക നമ്പർ താഴെയുള്ള നമ്പർ അറ്റോമിക് നമ്പർ ആണ്. ഇത് ഡിഫറെന്റ് ആയാൽ അത് വ്യത്യസ്ത മൂലങ്ങളാവും. കാരണം അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണമാണ്. അത് ഒരു ആറ്റത്തിൽ ഏത് ആറ്റമാണെന്ന് നിർണ്ണയിക്കുന്നത്. അറ്റോമിക നമ്പറാണ് പ്രോട്ടോണിന്റെ എണ്ണം അല്ലെ. അപ്പൊ അതാണ് ഓരോ ആറ്റത്തിനെ ആറ്റം എന്ന രീതിയിൽ ഓരോന്നിനെയും ഡിഫറെന്റ് ആക്കുന്നത്. അപ്പോൾ അത് ഡിഫറെന്റ് ആയാൽ ആറ്റവും ഡിഫറെന്റ് ആവും. അപ്പൊ അറ്റോമിക നമ്പർ ഡിഫറെന്റും മാസ് നമ്പർ സെയിം എന്ന് വെച്ചാൽ താഴെ ഡിഫറെന്റ് ആണ്, മുകളിൽ സെയിം ആണെന്ന് ഓർത്ത് വെക്കുക. താഴെ ഡിഫറെന്റും മുകളിൽ സെയിമും ആണെങ്കിൽ അത് ഐസോബാർ ആണ്. ഇനി മുകളിൽ ഡിഫറെന്റും താഴെ ഒരേ മൂലകങ്ങളും ആണെങ്കിൽ അത് ഐസോടോപ്പ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഐസോബാറുകൾക്ക് എക്സാമ്പിൾ. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആർഗൺ 1840, കാൽഷ്യം 2040 എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഐസോടോപ്പുകൾ, ഐസോബാറുകൾ, ഐസോട്ടോണുകൾ, ഐസോമറുകൾ. എന്താണ് ആൻസർ? അപ്പൊ മുകളിൽ സെയിം ആണ്, താഴെ ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പോൾ ഡിഫറെന്റ് ആറ്റങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അത് ഐസോബാറുകളായിരിക്കും. ഐസോബാറുകളാണ്. ഇവിടെയും ന്യൂട്രോൺസിന്റെ എണ്ണത്തിൽ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം വ്യത്യസ്ത ന്യൂട്രോണുകളുള്ള വ്യത്യസ്ത ആറ്റങ്ങൾ എന്ന് പറയാം അല്ലെ ഐസോബാറുകളെ. അപ്പോൾ ന്യൂട്രോണുകൾ നോക്കിയാൽ 40 മൈനസ് 18 എന്ന് പറയുമ്പോൾ 22 വരിക. ഇനി 40 മൈനസ് 20 എന്ന് പറയുമ്പോൾ 20 വരിക. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം ഡിഫറെന്റ് ഉണ്ട്. അതേപോലെ ഐസോടോപ്പിലും ന്യൂട്രോണുകളുടെ എണ്ണം ഡിഫറെന്റ് ആണ്. ഐസോബാറിലും ന്യൂട്രോൺസിന്റെ എണ്ണം ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഐസോടോപ്പ് ഐസോബാർ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, ആറ്റത്തിന്റെ ഘടന, ഈ ഒരു ടോപ്പിക് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാം കെമിസ്ട്രിയിൽ വളരെ കുറച്ച് പോർഷൻസ് ആണല്ലേ ഉള്ളത്. അതിലൊരു പോർഷനാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. വളരെ ബേസിക് ആയിട്ടുള്ള നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിരിക്കേണ്ട പോർഷനാണ് ഈ ഒരു ആറ്റങ്ങളെ കുറിച്ച്. അപ്പോൾ ആറ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണ്, സ്മോളസ്റ്റ് കണികളെ കുറിച്ചുള്ള പഠനമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ ഘടന ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷമാണ് ബാക്കി റിയാക്ഷൻസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ആറ്റങ്ങളാണ് റിയാക്ഷനിൽ ഏർപ്പെടുന്നത് അല്ലേ. അപ്പൊ ഇനി അടുത്തൊരു പാർട്ടുമായിട്ട് വീണ്ടും വരും. ആ ഒരു പാർട്ടിലായിട്ട് നമുക്ക് ബാക്കിയുള്ള LGSന് ചോദിച്ചിട്ടുള്ള ബാക്കി പോർഷൻസ് ഉണ്ട്. ഓക്സിജൻ, ഹൈഡ്രജൻ, ധാതുക്കൾ, ലവണങ്ങൾ, മറ്റ് രസതന്ത്രം, നിത്യജീവിതത്തിൽ എന്നിങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസും കൂടെ അടുത്ത പാർട്ടിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് ഒന്ന് പഠിക്കുക, എന്തായാലും ഉപകാരപ്പെടും, എക്സാമിന് ഉപകാരപ്പെടും. ഇപ്പൊ ക്രാഷ് ബാച്ച് LGSന്റെ ഒരു കമ്പനി ബോർഡ് LGSന്റെ ക്രാഷ് ബാച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കമ്പനി ബോർഡ് LGS ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് 8590202323 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ക്രാഷ് ബാച്ചിന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ട് PYQs ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം.